യുഡിഎഫും ബിജെപിയും ചേർന്ന പാലക്കാട് 2700-ലേറെ കള്ളവോട്ടുകൾ ചേർത്തുവന്ന സിപിഐഎം പാലക്കാട് ജില്ലാ സെക്രട്ടറി ഇ.എൻ. സുരേഷ് ബാബു. പട്ടാമ്പി മണ്ഡലത്തിലെ വോട്ടറായ ബിജെപി ജില്ലാ പ്രസിഡന്റിന്റെ വോട്ട് പോലും പാലക്കാട് ചേർത്തു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശക്തമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ പ്രക്ഷോഭവുമായി മുന്നോട്ടു പോകുമെന്നും ജില്ലാ സെക്രട്ടറി പറഞ്ഞു. വ്യാജ ഐഡി കാർഡ് ഉണ്ടാക്കിയ ഇവർ ഇതിനപ്പുറവും ചെയ്യുമെന്ന് എ.കെ. ബാലനും പ്രതികരിച്ചു. BLOമാരെ സ്വാധീനിച്ച് വീട്ടു നമ്പർ പോലും നൽകാതെയാണ് വോട്ടർമാരെ ചേർത്തിരിക്കുന്നതെന്നും പിരാരി പഞ്ചായത്തിൽ മാത്രം കോൺഗ്രസ് 800-ലേറെ കള്ളവോട്ടുകൾ ചേർത്തിട്ടുണ്ടെന്നും CPIM ജില്ലാ സെക്രട്ടറി ആരോപിച്ചു. പിരാരി പഞ്ചായത്തിലെ പുതിയ വോട്ടർമാരിൽ ഭൂരിഭാഗവും 30 വയസ്സിനും 60 വയസ്സിനും ഇടയിലുള്ളവരാണ്. ഇതിൽ അസ്വാഭാവികതയുണ്ട്. പാലക്കാട് മണ്ഡലത്തിലെ ബൂത്ത് നമ്പർ 73-ലെ 43-ാം ക്രമനമ്പറുകാരനായ KM ഹരിദാസൻ BJP ജില്ലാ പ്രസിഡന്റാണ്. അദ്ദേഹം പട്ടാമ്പി മണ്ഡലത്തിലെ 79-ാം നമ്പർ ബൂത്തിലെ 491-ാം നമ്പർ വോട്ടറാണെന്ന് ഇ.എൻ. സുരേഷ് ബാബു പറഞ്ഞു. പിരാരി പഞ്ചായത്തിൽ മാത്രം ഏകദേശം 800ഓളം പുതിയ വോട്ടർമാരെ കൂട്ടിച്ചേർത്തു. പട്ടികയിൽ അവസാനമായി വന്ന പട്ടികയിലാണ്. സാധാരണഗതിയിൽ 18 വയസ്സ് 19 വയസ്സ് പുതിയ വോട്ടർമാരെയാണ് പട്ടികയിൽ ചേർക്കാറുള്ളത്. പിരാരി പഞ്ചായത്തിൽ മാത്രം 800ഓളം പുതിയ വോട്ടർമാരിൽ 40 വയസ്സ് 50 വയസ്സ് 60 വയസ്സ് 60 വയസ്സിന് മുകളിലുള്ള ആളുകളെയാണ് വ്യാപകമായി കോൺഗ്രസും BJPയും ചേർത്തിയിരിക്കുന്നു. BJPയുടെ ജില്ലാ പ്രസിഡന്റ് തന്നെ പട്ടാമ്പിയിലും വോട്ടറാണ്. അതുപോലെ തന്നെ പാലക്കാട് മുനിസിപ്പാലിറ്റിയിലും വോട്ടറാണ്. പ്രാദേശിക കോൺഗ്രസ് നേതാവിന്റെ ബന്ധുവായ കോയാപ്പിന് 134, 135 ബൂത്തുകളിൽ വോട്ടുണ്ട്. കള്ളവോട്ട് ചേർത്ത സംഭവത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ട്. നടപടി ഉണ്ടായില്ലെങ്കിൽ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും ഇ.എൻ. സുരേഷ് ബാബു പറഞ്ഞു. ആരോപണ വിധേയർ വോട്ട് ചെയ്യാനെത്തുമ്പോൾ റേഷൻ കാർഡിൽ പേരുണ്ടോ എന്ന കാര്യം പരിശോധിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. വ്യാജ ID കാർഡ് ഉണ്ടാക്കിയ ഇവർ ഇതിനപ്പുറവും ചെയ്യുമെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം എ.കെ. ബാലൻ പറഞ്ഞു. കള്ളവോട്ട് വിഷയത്തിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. വോട്ടർ പട്ടികയിൽ പേരുള്ള ഒരാൾ തിരിച്ചറിയൽ കാർഡുമായി വോട്ട് ചെയ്യാനെത്തിയാൽ അയാളെ തടയാൻ ആർക്കും അവകാശമില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. അവർ വോട്ട് ചെയ്യാൻ വന്നാൽ അവർക്ക് കൊടുത്തേ പറ്റുള്ളൂ. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടേ അത് ചലഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഇരട്ട വോട്ടുണ്ടെങ്കിൽ വെട്ടേണ്ടത് തിരഞ്ഞെടുപ്പ് കമ്മീഷനാണെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ പറഞ്ഞു. കൈരളി ന്യൂസ്, പാലക്കാട്.